രാജേഷ് കൃഷ്ണ ഈ പാർട്ടിനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കിയെന്നൊരു കണക്കുകൂട്ടലുണ്ടോ? അങ്ങനെ ഒരു 100% ഉണ്ട്, യാതൊരു സംശയവുമില്ല. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, 2016 വരെ അവൻ്റെ സുഹൃത്തുക്കൾ എന്നെ ലണ്ടനിൽ നിന്ന് വിളിച്ച് പറയുന്നു 2016 വരെ ബെഡ് സ്പേസ് ഷെയർ ചെയ്തും കൊണ്ട് താമസിച്ച ആൾ. ഓക്കെ, 16-ന്റെ ശേഷം അവിടെ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു, അതും ലണ്ടനിൽ, ഇന്ത്യയിലല്ല, ലണ്ടനിൽ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു, കോടികൾ സിനിമ ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എവിടുന്നാ കാശ്? അവിടെ ഇവൻ്റെ കൂടെ വന്ന സഖാക്കന്മാരായ ആൾക്കാർ, പാർട്ടി പ്രവർത്തകരായ ആൾക്കാർ, അവർ പറയുന്നത് ഞങ്ങൾ ഇന്ത്യൻ കാശ് 5 ലക്ഷവും 6 ലക്ഷവും പിന്നെ ശമ്പളം വാങ്ങുന്ന ആളാണ്, എന്നിട്ട് പോലും ഞങ്ങൾക്ക് അവിടുത്തെ ചിലവും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരു പൈസ മിച്ചം പിടിക്കാൻ കഴിയുന്നില്ല. ഇവനെ ഒരു ജോലിയും കൂലിയില്ല. ഇവൻ്റെ പ്രൊഫൈലിൽ ഏഷ്യാനെറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ജോലിയും കൂലിയും ഇല്ലാതെ എങ്ങനെയാണ് പിന്നെ ഇത്രയും കാശ് കൊണ്ടുപോയിട്ട്? ഏറ്റവും എക്സാമ്പിൾ, പുഴു എന്ന് പറഞ്ഞ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തു. എൻഡിക്കാക്കക്ക് പ്രേമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു ഭാവനയുടെ ഒരു സിനിമ അവൻ സ്വന്തം പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പം ഈ മമ്മൂട്ടിയും മോഹൻലാലും മഹേഷ് നാരായണൻ്റെ പടത്തിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ കാശ് ഇടണം, അല്ലാതെ പ്രൊഡ്യൂസറാവില്ല. അപ്പോൾ ഇവിടുന്നാണ് പറയണല്ലോ, പറയട്ടെ, പ്രൂഫ് കാണിക്കട്ടെ. അല്ലാതെ ഡിഫോമേഷൻ കൊണ്ടുപോയി ഫയൽ ചെയ്യല്ലോ. ഇപ്പോൾ ഡിഫോമേഷൻ ഫയൽ ചെയ്തത് എനിക്ക് നന്നായി. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞു, നിങ്ങളൊക്കെ വന്നു. ഇനിയിപ്പോൾ ഡിഫോമേഷൻ എൻ്റെ റിപ്ലൈ എൻ്റെ അഡ്വക്കേറ്റ് ഫയൽ ചെയ്യും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവനിക്കെതിരെ തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത്. കാരണം ഞാൻ വളരെ ഞങ്ങളൊക്കെ ജീവിതം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 3000 രൂപ ശമ്പളത്തിൽ ജീവിതം തുടങ്ങിയ ആളാണ്. അല്ലാതെ തട്ടിപ്പും വഞ്ചനയും കുറ്റവും നടത്തിയിട്ട് വന്ന ആളല്ല. 3000 രൂപക്ക് ശമ്പളം വാങ്ങിച്ചിട്ട് മാഹിയിൽ ഈ സ്ഥലത്ത് ജോലിക്ക് കയറി 96-ൽ ജോലിക്ക് ചെയ്തിട്ട് ജീവിതം തുടങ്ങിയ ആളാണ്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നമ്മളൊക്കെ മുന്നിൽ മേലെ പടിപടിയായിട്ട് മേലെ വന്ന ആളാണ്. അല്ലാതെ തട്ടിപ്പും ഉടായ്പും നടത്തിയിട്ട് വന്ന ആളല്ല. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ക്ലിയറാണ്, എല്ലാം ക്ലിയറാണ്. പക്ഷെ അവൻ്റെത് അങ്ങനെയല്ല, അവൻ പെടും, തീർച്ചയായിട്ടും പെടും. ഈ പരാതി സഹായിക്കുന്നത് ശ്യാംജിത്ത് സഹായിക്കാൻ നിർബന്ധിതനാവുകയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അവൻ്റെ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ചില സാമ്പത്തിക ഡീലുകൾ രാജേഷ് കൃഷ്ണ ഒത്തുതീർപ്പാക്കി കൊടുത്തിട്ടുണ്ട് ഈ ശ്യാംജിത്തിൻ്റെ. അതെ, അത് ഞാൻ എൻ്റെ പരാതിയിൽ പറഞ്ഞാണല്ലോ. നിങ്ങൾ പരാതി കണ്ടിട്ടുണ്ടോ? അതിൽ അറിയാമല്ലോ. നിങ്ങൾക്ക് പരാതി ഇപ്പോൾ പബ്ലിക്കായല്ലോ, നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അതിനകത്ത് പറയുന്നുണ്ട്. അല്ല, ഈ ശ്യാമിൻ്റെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി സെക്രട്ടറിയുടെ പേരും കൂടെ അതിനകത്ത് വരും. ഈ പാർട്ടി സെക്രട്ടറിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് സംശയം? സെക്രട്ടറിനെ ഒരു കാരണവശാലും ഞാൻ ഒരു ഇതും പറയില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ചിലപ്പം മകനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൗനം പാലിക്കുന്നതായിരിക്കാം. കാരണം അല്ലെങ്കിൽ മദ്രാസ് പിന്നെ അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കോടിയേരി അഡ്മിറ്റായ സമയത്ത് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് മാഷെ കണ്ടപ്പോൾ ഞാൻ എല്ലാ കഥകളും നമ്മൾ റൂമിലിരുന്ന് പറഞ്ഞു കൊടുത്തതാണ്. അന്വേഷിക്കാമെന്ന് പറഞ്ഞു, മാഷോട് അന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പോയ മനുഷ്യനാണ്. പിന്നെ ഞാൻ പല പ്രാവശ്യം പാക്കേജ് സെൻറ്ററിൽ പോയിട്ട് പോലും ഓഫീസ് സെക്രട്ടറി ഉണ്ടല്ലോ ബിജു കണ്ടക്കൈ, പുള്ളി ഇല്ല, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ച് അയക്കുകയാണ് ചെയ്തത്. പക്ഷേ കോടിയേരിനെ കാണാൻ വേണ്ടി ഞാൻ 3 or 4 പ്രാവശ്യം പോയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പുള്ളി കാണാൻ 100% അവഗണിച്ചു. അതുകൊണ്ടാണല്ലോ അത് അവഗണിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം കോടിയേരി എടുത്ത നിലപാട് തുടരുവാണെങ്കിൽ ഇവൻ ഒരിക്കലും പാർട്ടി കോൺഗ്രസ്സിൽ പ്രതിനിധിയായിട്ട് വരില്ലല്ലോ. ഇത്രയും വലിയൊരു തട്ടിപ്പ് വീരൻ. അത് പിന്നീട് തമിഴ്നാട് കമ്മിറ്റി മുഖേന ഞാൻ പോളിറ്റ് ബ്യൂറോയിൽ എത്തിച്ചത് കൊണ്ടാണ്. പോളിറ്റ് ബ്യൂറോനെ അറിഞ്ഞ് പോളിറ്റ് ബ്യൂറോ ഞെട്ടിയപ്പോഴാണ് അവനെ ആ സ്ഥാനത്തല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പാർട്ടിൻ്റെ ഏറ്റവും പരമോന്നത ഒരു പരിപാടിയാണ് പാർട്ടി കോൺഗ്രസ്. അതിൽ നിന്ന് ഒരു പ്രതിനിധി അവസാന നിമിഷം പുറത്താക്കാന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും ഗൗരവം തോന്നിയത് കൊണ്ടല്ലേ. അപ്പോൾ അത് അവിടെ എത്താൻ കാരണം എന്താ? നിങ്ങൾ കറക്റ്റ് നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ എനിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഇവിടെ തന്നെ തീരില്ലേ പ്രശ്നം? സംരക്ഷിക്കാൻ നിർബന്ധിതനാവുന്ന മകനെ കൊണ്ട്, അല്ലെങ്കിൽ മാഷിനെ കുറ്റം പറയാൻ പറ്റില്ല. മകൻ്റെ ചിലപ്പോൾ പോരായ്മകളുണ്ട്, മാഷിക്ക് നിർബന്ധം പറ്റും. ഇല്ലെങ്കിൽ മാഷ് തള്ളി പറയണം. അത് ഇതുവരെ ഇല്ല. മാഷ് തള്ളി 23-ൽ കോടിയേരി മരണപ്പെട്ട മുതൽ ഈ കഥകൾ മാഷിക്ക് അറിയാം. ഇന്നുവരെ മാഷ് തള്ളി പറഞ്ഞു. ഇവനെ പറയുന്നില്ലല്ലോ. കോടിയേരി പാർട്ടിൻ്റെ അകത്ത് പുറത്തു പറയാതെ പാർട്ടിൻ്റെ അകത്ത് ഒതുക്കി നിർത്തിയിരുന്നു. അതുപോലെ ഇദ്ദേഹം ചെയ്തില്ലല്ലോ.